ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എക്സാമ്പിൾ ഓഫ് ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ്. നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ്. ഈ സിസ്റ്റത്തിൽ n പാർട്ടിക്കിൾസ് ആണ്. ഈ പാർട്ടിക്കിൾസ് n ഡിസ്റ്റിങ്വിഷബിളും നോൺ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിന്റെ കേസിലുള്ള പാർട്ടീഷൻ ഫംഗ്ഷൻ ഫോർ സിംഗിൾ പാർട്ടിക്കിൾ it is proportional to the volume of the system, that is q1 proportional v. ഈ നമ്മൾക്കറിയാം ഈ ഒരു സിസ്റ്റത്തിലെ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് qn ഓഫ് വി ടി എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ q1 proportional v. ഈ പ്രൊപ്പോർഷണൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് we will use a constant here. We will be applied a function with depends on the temperature. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ. അതുമായി ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു നമ്മൾ കൊടുക്കുന്ന ഒരു സിസ്റ്റം. Q1 ഈക്വൽ ടു വി ഓഫ് എഫ് ഓഫ് ടി. ഇതിൽ n പാർട്ടിക്കിൾസ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് Qn of v of t is equal to 1 by n factorial q1 v t all raised to n. അത് ഇക്വേഷൻ 1 ആക്കിയിട്ട് എടുക്കണം. ഇതിൽ n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഇൻഡിസ്റ്റിങ്വിഷബിലിറ്റി ഓഫ് സിസ്റ്റം ഓഫ് മോളിക്യൂൾസ് എന്നാണ് പറയുന്നത്. ഈ ഇക്വേഷൻ 1 വോളിയം മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇക്വേഷൻ ബിക്കം q1 ഓഫ് വി ടി is equal to v f of t. അത് ഇക്വേഷൻ 2. ഈ സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ Qn Vt is equal to 1 by n factorial v f of t all raised to n. f of t the function temperature alone. ഇനി നമ്മൾക്കറിയാം ഒരു ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ എന്താണ്. ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ ഈക്വൽ ടു സിഗ്മ എൻ ആർ ഈക്വൽ ടു 0 to infinity z raised to nr qn of vt. അത് ഇക്വേഷൻ 4. ഇനി നമ്മൾ ഇക്വേഷൻ 4 നമ്മൾ 3 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഗ്രാൻഡ് കാനോണിക്കൽ ഇക്വേഷൻ ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ ഈക്വൽ ടു സമ്മേഷൻ nr ഈക്വൽ ടു ഇൻഫിനിറ്റി z v f of t all raised to nr by nr ഫാക്ടോറിയൽ. ഇതിനെ നമ്മൾ ഇനി എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇ റേസ് ടു എച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എച്ച് റേസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ രീതിയിൽ ഈ ഇക്വേഷനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1 പ്ലസ് സെഡ് വി എഫ് ഓഫ് ടി ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് സെഡ് വി എഫ് ഓഫ് ടി ഓൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എക്സെട്ര. ഇതിൻ്റെ ജനറൽ ഫോമിലേക്ക് വരുമ്പോൾ ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ സെഡ് വി എഫ് ഓഫ് ടി. അത് ഇക്വേഷൻ 5. ഇനി നമുക്ക് കാണേണ്ടത് ഒരു പൊട്ടൻഷ്യലാണ്. നമ്മൾക്കറിയാം Q ഈക്വൽ ടു ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ ലോഗ് സെഡ് ഓഫ് സെഡ് വി ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം Q ഈക്വൽ ടു പി വി ബൈ കെ ടി. ആ ഇക്വേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ Q ബിക്കം സെഡ് വി എഫ് ഓഫ് ടി എന്നാണ് വരുന്നത്. ഇത് ഇക്വേഷൻ 6. ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം. പി is equal to കെ ടി ബൈ വി എൽ എൻ സെഡ് ഓഫ് സെഡ് വി ടി. ഇതിൽ നമ്മൾ ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ്റെ ഇതിൽ നമ്മൾ അതിൻ്റെ അപ്ലൈ ചെയ്യാണ് എന്ത് സെഡ് വി എഫ് ഓഫ് ടി. അതിൽ വിയും കട്ട് ചെയ്ത് പോകുമ്പോൾ പി ഈക്വൽ ടു കെ ടി സെഡ് എഫ് ഓഫ് ടി എന്നാണ് വരുന്നത്. അത് ഇക്വേഷൻ 7 ആയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻറ്റേർണൽ എനർജി കാണാം. ഇൻറ്റേർണൽ എനർജി കാണാനുള്ള ഇക്വേഷനാണ് കെ ടി സ്ക്വയർ ഡോ ക്യൂ ബൈ ഡോ ടി. കെ ടി സ്ക്വയർ കഴിഞ്ഞിട്ട് ഡോ ക്യൂ ബൈ ഡോ ടി. ക്യൂ ഒരു ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷനാണ്.
ആ സ്ഥാനത്ത് നമ്മൾ Q ഈക്വൽ ടു ZV എഫ് ഓഫ് ടി ആണ് കൊടുക്കേണ്ടത്. അത് വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് യു ഈക്വൽ ടു സെഡ് കെ ടി സ്ക്വയർ വി എഫ് ഡാഷ് ഓഫ് ടി. അത് ഇക്വേഷൻ 8 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണാൻ നമുക്ക് ഓൾറെഡി നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ഒരു ഇതറിയാം. n ഈക്വൽ ടു സെഡ് ഡോ ബൈ ഡോ സെഡ് ലോഗ് സെഡ് ഓഫ് സെഡ് വി ടി. അത് ഈ ഒരു ഇക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. n ഈക്വൽ ടു സെഡ് ഡോ ക്യൂ ബൈ ഡോ സെഡ് എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈക്വൽ ടു n, ദാറ്റ് ഈസ് n ഈക്വൽ ടു സെഡ് വി എഫ് ഓഫ് ടി എന്ന് കിട്ടും. അത് ഇക്വേഷൻ 9 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതിൽ കാണാൻ പോകുന്നത് ഹെൽമോട്ട്സ് എനർജിയാണ്. ഹെൽമോട്ട്സ് എനർജി is equal to nkt log z മൈനസ് ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ. അതായത് nkt log z മൈനസ് ktz v ഓഫ് v f ഓഫ് t. ഇതിൽ സെഡ് വി എഫ് ഓഫ് ടി എന്ന് പറയുന്നതിനെ നമ്മൾ ക്യാപിറ്റൽ N ആയിട്ട് കൺസിഡർ ചെയ്താൽ ഫൈനൽ ആയിട്ട് ഇതിൻ്റെ ആൻസർ വരുന്നത് is equal to nkt log z മൈനസ് 1. അതിന് ഇക്വേഷൻ 10 ആയിട്ട് കൺസിഡർ ചെയ്തു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻട്രോപ്പിയാണ്. എൻട്രോപ്പി എസ് ഈക്വൽ ടു യു മൈനസ് എ ബൈ ടി. അത് നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. ഈ ഇക്വേഷനിൽ നമ്മൾ യു മൈനസ് എ ബൈ ടി എന്നുള്ളിടത്ത് യു ഈക്വൽ ടു കെ ടി സ്ക്വയർ സെഡ് വി എഫ് ഡാഷ് ഓഫ് ടി, എ ഈക്വൽ ടു എൻ കെ ടി ലോഗ് സെഡ് മൈനസ് കെ ടി ലോഗ് സെഡ് സെഡ് വി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫൈനൽ ആയിട്ടുള്ളൊരു ആൻസർ ആണ് കിട്ടുന്നത്. എസ് ഇസ് ഈക്വൽ ടു മൈനസ് എൻ കെ ലോഗ് സെഡ് പ്ലസ് കെ സെഡ് വി എഫ് ഓഫ് ടി പ്ലസ് സെഡ് വി കെ ടി എഫ് ഡാഷ് ഓഫ് ടി. അത് ഇക്വേഷൻ 11 ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു പ്രഷറിൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു. പി is equal to സെഡ് കെ ടി എഫ് ഓഫ് ടി, എൻ ഈക്വൽ ടു സെഡ് വി എഫ് ഓഫ് ടി. പി ബൈ എൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് കെ ടി ബൈ വി എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ ആണ് കിട്ടുന്നത് പി വി ഈക്വൽ ടു എൻ കെ ടി എന്ന്. ഇനി നമ്മൾ ഇക്വേഷൻ 8ഉം 9ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആയിട്ടൊരു ആൻസർ കിട്ടും. യു ഈക്വൽ ടു എൻ കെ ടി സ്ക്വയർ എഫ് ഡാഷ് ഓഫ് ടി ബൈ എഫ് ഓഫ് ടി. ഇനി നമ്മൾ ഇതിൽ കാണുന്നത് ഒരു സ്പെസിഫിക് ഹീറ്റ് ആണ്. സ്പെസിഫിക് ഹീറ്റ് സി വി ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി. യുടെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് എൻ കെ ടി സ്ക്വയർ എഫ് ഡാഷ് ഓഫ് ടി ബൈ എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കോഷ്യന്റ് റൂളൊക്കെ ചെയ്തിട്ട് ഫൈനലായിട്ട് നമുക്കൊരു ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് ആൻസർ കിട്ടാൻ നമ്മൾ കോഷ്യന്റ് റൂൾ ചെയ്തു. ഫൈനലായിട്ട് ആൻസർ കിട്ടുമ്പോൾ സി വി ഈക്വൽ ടു എൻ കെ എന്നാണ് വരുന്നത്. ഇതിൽ ടി റേസ് ടു എന്നിൽ ഒരു റിലേറ്റിവിസ്റ്റിക് ആയ ഒരു കേസാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നിൻ്റെ വാല്യൂ n ഈക്വൽ ടു 3 എന്നും എഫ് ഓഫ് ടി പ്രപ്പോർഷണൽ ടി ക്യൂബ് എന്നാണ്. നോൺ റിലേറ്റിവിസ്റ്റിക് ആയ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ n ഈക്വൽ ടു 3/2 ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് ടി പ്രപ്പോർഷണൽ ടി റേസ് ടു 3/2 ആയിരിക്കും. നമ്മളൊരു കേസ് പറഞ്ഞില്ലേ, ഒരു എഫ് ഓഫ് ടി പ്രപ്പോർഷണൽ ടി റേസ് ടു എൻ. അപ്പോൾ നമ്മൾ ഇതിലൊരു ഇൻറ്റേർണൽ എനർജിയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ യു ഈക്വൽ ടു എൻ കെ ടി സ്ക്വയർ എഫ് ഡാഷ് ഓഫ് ടി ബൈ എഫ് ഓഫ് ടി കാണുമ്പോൾ അതിൻ്റെ അത് നമ്മൾ ഫൈനലായിട്ട് അതിൻ്റെ ആൻസർ കിട്ടുന്നത് യു ഈക്വൽ ടു എൻ കെ ടി എന്നാണ് വരുന്നത്. ഇതിലൊന്ന് സ്മോൾ ലെറ്റർ എൻ, ക്യാപിറ്റൽ ലെറ്റർ എൻ, കെ ടി എന്ന് വരും. അതേ അതിൻ്റെ കേസിൽ തന്നെ സ്പെസിഫിക് ഹീറ്റ്
ക്യൂൻ്റെ കേസിലും ഇതിനെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടുന്നത് CV = NNK എന്ന് ആയിരിക്കും. ഇനി നമ്മളൊരു നെക്സ്റ്റ് പ്രോബ്ലം ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം എന്തായിരുന്നു പറഞ്ഞത്, നോൺ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞത്. എന്നാൽ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ സിസ്റ്റത്തിൽ ഇൻഡിപെൻഡൻറ്റും ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു പ്രോബ്ലം സിമിലർ ടു ദാറ്റ് ഓഫ് എ സിസ്റ്റം ഓഫ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ സിമിലർ ആയിരിക്കും. ഈ സിസ്റ്റത്തിലെ മ്യൂച്വലി ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടാണ് N പാർട്ടിക്കിൾസ് ആക്ട് ചെയ്യുന്നത്. N പാർട്ടിക്കിൾസ് ഉള്ളത് ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടായിരിക്കും, മ്യൂച്വലി ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം QN ഓഫ് VT എന്ന്. QN ഓഫ് VT = Q1 VT all raised to N. അത് ഇക്വേഷൻ 30 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ Q1 VT ഈസ് എസെൻഷ്യലി ഇൻഡിപെൻഡൻസ് ഓഫ് വോളിയം ഒക്യുപ്പൈഡ്. വോളിയം ഒക്യുപ്പൈഡ് ചെയ്യുന്നിടത്തോളം അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇസ് ബിക്കം Q1 VT = phi of T. Phi of T is function of temperature alone. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞ ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ആക്ട് ചെയ്യാണ്. ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു summation nr = 0 to infinity z raised to nr Qn of VT എന്നാണ് ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്നത്. അപ്പോൾ ഇക്വേഷൻ 14 എങ്ങനെ ആയിരിക്കും? അപ്പോൾ ഇക്വേഷൻ 14 നമ്മൾക്ക് കിട്ടുന്നത് Q1 VT = phi of T എന്നാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു phi of T എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ അലോൺ ആണ്. ഇതിൽ ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത് ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ = summation nr = 0 to infinity z phi of T all raised to nr is equal to 1 minus z phi of T all raised to -1. അത് ഇക്വേഷൻ 15 ആയിട്ട് കൺസിഡർ ചെയ്തു. സമ്മേഷൻ ഓവർ n ഈസ് കൺവേർജൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ 15 എങ്ങനെ വരും? P is equal to KT/V Q ZT is equal to minus KT/V log 1 minus Z phi of T എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഇപ്പം നമുക്ക് കിട്ടിയത് എന്താണ്? P is equal to KT/V into Q of Z, T which is equal to minus KT/V into log 1 minus Z phi of T. ഇതിൽ ZT എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റൻസീവ് വേരിയബിൾ ആണ്. ഇക്വേഷൻ 1 റൈറ്റ് ഹാൻഡ് സൈഡിലെ V എന്ന് പറഞ്ഞ ടേം ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് P എന്ന് പറഞ്ഞ ഫാക്ടർ എന്താണ്? 0 ആയിട്ടാണ് കിട്ടുക. പിന്നെ ഇക്വേഷൻ 1 ബേസ് ചെയ്ത് നമ്മളെന്താണ്? ഇൻറ്റേർണൽ എനർജി, നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഹെൽമോൺസ് ഫ്രീ എനർജി, എൻട്രോപ്പി ഇതൊക്കെ നമ്മളെന്താണ്? കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ n കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം Z × δ/δz × log P. അതായത് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു Z ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്നിലുള്ള ഇക്വേഷൻ എന്ത് കിട്ടും? Z phi of T / 1 minus Z phi of T. ഇനി U കാണാനുള്ള ഇക്വേഷൻ, ഇൻറ്റേർണൽ എനർജി U കാണാനുള്ള ഇക്വേഷൻ എന്താ? -δ/δβ × log P. പക്ഷേ ഇക്വേഷൻ 1 എന്താണ്? ബീറ്റ എന്ന് പറഞ്ഞുള്ള ടേം ഇല്ല. അപ്പോൾ എന്താണ്? ബീറ്റ എന്ന് പറഞ്ഞാൽ 1/kT ആണെന്ന് നമുക്കറിയാം. അപ്പോൾ Pനെ വിത്ത് റെസ്പെക്ട് ടു 1/kT കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ എനർജി എന്തായിട്ട് കിട്ടും? ZKT² phi' of T / 1 minus Z phi of T. ഇനി നെക്സ്റ്റ് ഹെൽമോൺസ് ഫ്രീ എനർജി A is equal to NKT log Z minus KTP. അതിൽ NKT log Z minus KT log Pയുടെ ഇക്വേഷൻ എന്താണ്? -KT/V log 1 minus Z into Y of T which is equal to A is equal to NKT log Z. രണ്ട് മൈനസും തമ്മിൽ എന്ത് ചെയ്യും? പ്ലസ് ആവും. പിന്നെ KT ലോഗ് കോമൺ ആക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിൽ വരുന്ന ടേം എന്താണ്? 1 minus Z phi of T. അപ്പോൾ നമ്മുടെ ഹെൽമോൺസ് ഫ്രീ എനർജി എയുടെ ഇക്വേഷൻ എങ്ങനെയാവും? A is equal to NKT log Z plus KT log 1 minus Z phi of T.
പിന്നെ എൻട്രോപ്പി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? -∂A/∂T. അതായത് എനെ നമ്മൾ എന്താണ് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ്? NKT ലോഗ് സെറ്റ്. അതിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് NK ലോഗ് സെറ്റ് കിട്ടും. പിന്നെ സെക്കൻഡ് ടേം എന്താണ്? KT log 1 - Z5 അതിൽ T വരുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? K × log 1 - Z5 പ്ലസ് ZKT5' ഡിവൈഡ് ബൈ 1 - Z5 എന്ന് കിട്ടും. അപ്പോൾ എൻട്രോപ്പി എന്തായിരിക്കും? എൻട്രോപ്പി is equal to -NK log Z പ്ലസ് K log 1 - Z5 പ്ലസ് ZKT5' ഡിവൈഡഡ് ബൈ 1 - Z5. ഇനി നെക്സ്റ്റ് U/N കാണുകയാണ്. അപ്പോൾ നമുക്ക് എൻട്രോപ്പിയുടെ ഇക്വേഷൻ എന്താണ്? ZKT² Y'(T)5' ഡിവൈഡ് ബൈ 1 - Z5 ഡിവൈഡഡ് ബൈ എന്നിൻ്റെ ഇക്വേഷൻ എന്താണ്? Z5 ഡിവൈഡ് ബൈ 1 - Z5. അത് റെസിപ്രോക്കലി നേരെ മുകളിലോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ 1 - Z5 ഡിവൈഡ് ബൈ Z5 ആവും. പിന്നെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം വരുന്ന ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള ഇക്വേഷൻ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി മാറും? U/N is equal to KT² Φ' ഡിവൈഡ് ബൈ 5. ഇനി ഇതേപോലെ നമ്മൾ A/N കാണുകയാണ്. അപ്പോൾ എയുടെ ഇക്വേഷൻ എന്താണ്? NKT log Z പ്ലസ് KT log × 1 - Z5 ഇൻറ്റു എന്നിൻ്റെ ഇക്വേഷൻ എന്താണ്? Z5 ഡിവൈഡ് ബൈ 1 - Z5. അവിടെ റെസിപ്രോക്കലി മേലേക്ക് കൊണ്ടുവന്നപ്പോൾ 1 - Z5 ഡിവൈഡ് ബൈ Z5 ആയി. ഇനി -KT log 5 കോമൺ ആക്കി എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി 1 - Z5 വരുന്ന ടേംസിനെ നമ്മൾ എന്ത് ചെയ്യാം? 1/n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാവും? A/Nൻ്റെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? -KT log 5 പ്ലസ് ഓർഡർ ഓഫ് log n/n ആയിട്ട് മാറും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? S/Nkയുടെ ആൻസർ കിട്ടും. S/Nk എങ്ങനെയായിട്ടാണ് വരുന്നത്? log 5 പ്ലസ് T5' ഡിവൈഡഡ് ബൈ 5 പ്ലസ് ഓർഡർ ഓഫ് log n/n. ഇനി നെക്സ്റ്റ് നമ്മൾ ഹാർമോണിക് ഓസിലേറ്ററിനെ ക്വാണ്ടം മെക്കാനിക്കലായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്ക് 5 ഇക്വേഷൻ എങ്ങനെ കിട്ടിയത്? 2 sin h h⁻ ഡിവൈഡ് ബൈ 2 KT all power -1. അതേപോലെ നമുക്ക് 5 വേറൊരു ഇക്വേഷനാണ് KT/h⁻. ഇനി നെക്സ്റ്റ് നമ്മളെന്താണ്? ഒരു ക്ലോസ്ഡ് വെസൽ കൺസിഡർ ചെയ്യുക. ആ ക്ലോസ്ഡ് വെസലിൻ്റെ വോളിയം എന്ന് പറയുന്നത് V ആണ്. ടെമ്പറേച്ചർ T ആണ്. ഇതെന്താണ്? ഒരു സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് 2 ഫേസസ് ഉണ്ട്, സോളിഡ് ഫേസും വേപ്പർ ഫേസും. പിന്നെ ഇതിൽ നമ്മളെന്താണ്? ഇതിലെ പാർട്ടിക്കിളിന് നമുക്ക് ഫ്രീ ടു എക്സ്ചേഞ്ച് ദ പാർട്ടിക്കിൾ. ദ ഫേസസ് ആർ ഫ്രീ ടു എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ. ഇതിലെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഇതാണ് നമ്മളെന്താണ്? ഫുഗാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഫുഗാസിറ്റി നമ്മളെന്താണ്? ഗ്യാസ് ഫേസിലും സോളിഡ് ഫേസിലും നമ്മളെന്താണ്? സെപ്പറേറ്റ് ആയിട്ട് കാണുകയാണ്. ഫുഗാസിറ്റി Zg ഓഫ് ദ ഗ്യാസ് ഫേസ് ഈസ് Zg is equal to Ng ഡിവൈഡ് ബൈ Vg × f(T). അവിടെ Ng എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ ഗ്യാസസ് ഫേസ് ആണ്. Vg എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ് ആണ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണ്? ആക്ച്വൽ വോളിയം എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വോളിയം വോളിയത്തിൻ്റെ ഗ്യാസ് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ വോളിയത്തിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. അതായത് Vg അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു V എന്ന് പറഞ്ഞ കണ്ടീഷനിലാണ് നമ്മൾ ഈ ഫുഗാസിറ്റി ഇൻ ഗ്യാസ് ഫേസ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് ഫുഗാസിറ്റി ZS ഓഫ് ദ സോളിഡ് ഫേസ് ഈസ് ZS അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/5. ഇനി നെക്സ്റ്റ് ഈ ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ എന്തായിരിക്കും? Zg ഈക്വൽ ടു ZS ആവും. അപ്പോൾ ഇക്വിലിബ്രിയം പാർട്ടിക്കിൾ ഡെൻസിറ്റി ഇൻ ദ വേപ്പർ ഫേസ് ഈസ് Zgയും ZSഉം ഈക്വൽ ആകുമ്പോൾ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും. അതായത് Ng ഡിവൈഡ് ബൈ Vg f(T) is equal to 1/5. ഇതൊന്ന് അറേഞ്ച് ചെയ്താൽ നമുക്ക് എന്താ? Ng/Vg is equal to f(T/5). പിന്നെ PV is equal to NKT നമുക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് വേപ്പർ പ്രഷർ P is equal to NKT/V. ഇൻ ഗ്യാസസ് ഫേസിലാകുമ്പോൾ P is equal to Ng/Vg × KT. അതായത് KT കോൺസ്റ്റൻ്റ് ആണ്, നമ്പർ ഓഫ് മോളിക്യൂൾസും വോളിയം ആണ് ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് Ng/Vg × KT വന്നത്. ഇനി അടുത്തത് നമ്മുടെ Ng/Vg നമുക്ക് ഇക്വേഷൻ 10 നമുക്ക് കിട്ടി f(T/5). അപ്പോൾ അത് നമ്മൾ പിയിൽ വേപ്പർ പ്രഷറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ KT × f(T ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും. ഇനി ഇതിൽ
എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ് 2πm/kT ഹോൾ പവർ 3/2/h³. പിന്നെ ഫൈ ഓഫ് ടിയുടെ ഇക്വേഷൻ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ 2sin h h⁻ ഡിവൈഡ് ബൈ 2kT ഓൾ ഇൻവേഴ്സ് ആണെന്ന്. പക്ഷേ ഇവിടെ നമ്മൾ 3 ഡയമെൻഷനിലാവുമ്പോൾ എന്തായിരിക്കും 2sin h h⁻ ഡിവൈഡ് ബൈ 2kT ഓൾ ഇൻവേഴ്സ് ഓൾ ക്യൂബ് ആവും. അപ്പോൾ ഫൈ ഓഫ് ടിയുടെ ഇക്വേഷൻ ആവും എന്താവും 2sin h h⁻ ഡിവൈഡ് ബൈ 2kT ഓൾ പവർ -3. അപ്പോൾ വേപ്പർ പ്രഷറിലെ ഇക്വേഷനിൽ നമ്മൾ എന്താണ് എഫ് ഓഫ് ടി ഫൈ ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വേപ്പർ പ്രഷർ P is equal to KT into 2πm/kT/h² all power 3/2 into